പെയ്യുന്നുണ്ട്. രാവിലെ ഒരു ചെറിയ തോർച്ചയുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 10 മണിക്ക് ശേഷം പിന്നീട് തുടങ്ങിയ മഴ ഇപ്പോഴുമുണ്ട്. പരക്കെ മഴ കിട്ടുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. ഇപ്പോൾ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. അതുമാത്രമേ ഒരു വ്യത്യാസമായുള്ളൂ. പരക്കെ തന്നെ ജില്ലയിൽ മഴ പെയ്യുന്നുണ്ട്. പട്ടാമ്പി ഗുരുവായൂർ പാതയിൽ ഞാങ്ങാട്ടേരിയിലാണ് സ്കൂൾ റോഡിൻ്റെ മുൻവശത്ത് നിന്നിരുന്ന കൂറ്റൻ ആൽമരം കടപുഴകി വീണത്. അതോടൊപ്പം തന്നെ നിർമ്മാണത്തിലിരുന്നൊരു വീടിൻ്റെ മുകളിലേക്ക് മരങ്ങൾ വീണും അപകടമുണ്ടായി. പക്ഷേ ഭാഗ്യം കൊണ്ട് ഈ അപകടങ്ങളിലൊന്നും തന്നെ കാര്യമായ ആർക്കും പരിക്കോ ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ചില വാഹനങ്ങൾ നശിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ റോഡിന് ബലക്ഷയം നേരിട്ടതിനാൽ മുണ്ടൂർ തൂത റോഡിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ബെൻഡ് റോഡ് നിർമ്മിച്ചിരുന്നു. അത് പാലം നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചതാണ്. അത് പൂർണ്ണമായും ഈ മഴയത്ത് മുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ജില്ലയിൽ പല ഇടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആലനല്ലൂരിൽ ഒരു വീടിൻ്റെ കിണർ ഇടിഞ്ഞ് താഴുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അത്തരത്തിൽ പക്ഷേ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് ആ പ്രദേശത്ത് ആ കിണറിന് ചുറ്റും ആരും ഇല്ലാത്തതുകൊണ്ട് മാത്രം വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വ്യാപകമായ നാശം ജില്ലയിലാകെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അട്ടപ്പാടിയിൽ പല മേഖലയിലും കൃഷിനാശമടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു UP സ്കൂളിൻ്റെ മതിലിടിഞ്ഞു വീഴുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും ജില്ലയുടെ പല മേഖലകളിൽ നിന്നും ലഭ്യമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശിരുവാണി മേഖലയിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത് അവിടേക്കുള്ള പ്രവേശനം ഇപ്പോൾ താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട്. കാരണം ഈ സ്ഥലത്ത് വലിയ രീതിയിൽ മഴ പെയ്ത് പെട്ടെന്ന് വെള്ളം ഉയരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് വിലക്കുണ്ട്. ശിരുവാണി അണക്കെട്ടിനകത്തേക്ക് ഇപ്പോൾ താൽക്കാലികമായി പ്രവേശനം ഇപ്പോൾ നിർത്തിവെക്കുന്ന സ്ഥിതിയായിട്ട് ആണ് ഉള്ളത്.